അഖില കേരള തന്ത്രിമണ്ഡലം ഒക്ടോബർ 6-ാം തീയതി തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിലെ ലളിത് മഹാളിൽ വെച്ച് ശ്രീ പത്മനാഭം 2024 എന്ന പേരിൽ 10ാം വാർഷിക സമ്മേളനവും ആചാര്യ കുടുംബ സംഘവും നടത്തുകയുണ്ടായി. ഉദ്ഘാടനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു. ഞാൻ പ്രത്യേകം അതിൻ്റെ വലിയ കുറ്റക്കാരായിട്ട് കാണുന്നത് നമ്പൂതിരിമാരല്ല. പുരുഷന്മാർക്ക് ഇന്നും എത്ര പഠിച്ചാലും അവർക്ക് തട്ടെടുത്ത് 2 പൂവിടാൻ അവർക്ക് അഭിമാനമേ ഉള്ളൂ, അപമാനമല്ല. പക്ഷേ അവിടെ വരുന്ന ഏറ്റവും വലിയ കുഴപ്പം അന്തർജനങ്ങളാണ്. അന്തർജനങ്ങളാണ്. അവർക്ക് ശാന്തിക്കാരെ വിവാഹം കഴിക്കണ്ട, വേളി കഴിക്കണ്ട, വേണ്ട. അവർക്ക് ഇനി ഓട്ടോറിക്ഷക്കാരുടെ കൂടെ പോയാലും ശരി, അവർക്ക് ശാന്തിക്കാരൻ വേണ്ട. അങ്ങനെ അവരുടെ ആ മനസ്ഥിതി മാറ്റിയില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അന്തർജനങ്ങളുടെ കയ്യിലിരിക്കുന്നു. ഇന്ന് സ്ത്രീ ശക്തിയാണ്. ശരിക്കും നിങ്ങൾ തന്നെയാണ് സ്ത്രീ ശക്തി. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്ഥിതി മാറ്റി നിങ്ങൾക്ക് ശാന്തിക്കാരെ വിവാഹം കഴിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ആ സമുദായം തീരും, ആ സംസ്കാരം തീരും, അതോടുകൂടി തീരും. അത് വലിയൊരു സങ്കടം തോന്നുന്നു. വളരെ അപൂർവമായിട്ടാണ് ശാന്തിക്കാരെ വിവാഹം കഴിച്ചു പോകുന്നവർ. ബാക്കിയുള്ളവർക്ക് വേണ്ട. അങ്ങനെ വരുമ്പോൾ എനിക്ക് തന്നെ അറിയാം, 2-3 നമ്പൂതിരിമാരുടെ വേളി അനാഥാലയത്തിൽ നിന്നാണ് അവർ പെൺകുട്ടികളെ ചൂസ് ചെയ്ത. അപ്പം ഞാൻ ചോദിച്ചു, എന്തായാലും വേറെ ഇതിലേക്ക് പോകണം, പിന്നെ അനാഥാലയത്തിന് എന്തിനാവാൻ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, സ്വന്തവും ബന്ധവും പറഞ്ഞ് ആരും വരൂല്ലല്ലോ, ഇല്ലത്തേക്ക് ആരും വരൂല്ലല്ലോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വരികയാണ് കൂടെ, ബാക്കിയുള്ളവർ വേറെ രീതിയിലുള്ളവർ അത് വരൂല്ലല്ലോ. സത്യം. പിന്നെ അവരിലുണ്ടാവുന്ന കുട്ടികളെ നമ്പൂതിരിമാരാക്കി അത് കുറേ പേര് സ്വീകരിക്കുന്നു, കുറേ പേര് സ്വീകരിക്കുന്നില്ല. ഈ രീതിയിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാര്യം, പെൺകുട്ടികൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ സ്ത്രീ അമ്മയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഓർക്കേണ്ടത് നിങ്ങളെ സംസ്കാരത്തിൻ്റെ അമ്മമാരായിട്ട് ഇൻ ഫ്യൂച്ചർ പ്ലീസ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശാന്തിക്കാരെ വിവാഹം കഴിക്കാനായിട്ടുള്ള സന്മനസ് കാണിക്കണേ. അത് വരുന്ന പ്രശ്നം ഇതാണ്. സ്വതേ നമ്പൂതിരി സമുദായത്തിന് വലിയ ബുദ്ധിയുള്ളവരാണ്, നല്ല തലയുള്ളവർ. അപ്പോൾ ആണുങ്ങൾ വേറെ രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് പെൺകുട്ടികൾ പഠിച്ച് മുകളിലേക്ക് കയറുകയാണ്. അപ്പം അവർക്കിത് വേണ്ട. ഏതായാലും അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. നിങ്ങൾ മുമ്പോട്ട് പോകണോ അതോ നിങ്ങൾ ഇല്ലാതെ ആവണോ? അതിൻ്റെ ഏറ്റവും വലിയ ചുമതല പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കൾക്കും. അത് നിങ്ങൾ വൃത്തിയായിട്ട് ആലോചിക്കുക, ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുക. ചടങ്ങിൽ BJP നേതാവ് VV രാജേഷ് പങ്കെടുത്തു. മുഖ്യപ്രഭാഷണം ബ്രഹ്മശ്രീ ക്ലാക്കോട്ടില്ലം S രാധാകൃഷ്ണൻ പോറ്റിയായിരുന്നു. അനുഗ്രഹ പ്രഭാഷണം ബ്രഹ്മശ്രീ പ്രൊഫസർ VR നമ്പൂതിരിയായിരുന്നു. ചടങ്ങിൽ കൂടൽമന P വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ ദിലീപൻ നാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ N വാമനൻ നമ്പൂതിരി, തെക്കേടം ബ്രഹ്മശ്രീ N വിഷ്ണു നമ്പൂതിരി, ബ്രഹ്മശ്രീ MV സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ശ്രീമതി മല്ലിക നമ്പൂതിരി, അഡ്വക്കേറ്റ് V ശംഭു നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. പിന്നെ നമ്മുടെ ആൾക്കാരെ ഒക്കെ കൂട്ടി, ഉള്ളവരെ കൂട്ടി നമ്മുടെ സമുദായത്തിലുള്ള കുട്ടികൾക്ക് 10 അക്ഷരം പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു വിദ്യാപീഠം തുടങ്ങി. 2017 തന്ത്രിമണ്ഡല വിദ്യാപീഠം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത് പരീക്ഷ എഴുതിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞു. യാതൊരു കാരണങ്ങളുമില്ല. അപ്രൂവ്ഡ് ആയിട്ട് KDRB അപ്രൂവ്ഡാണ്. അതിനെതിരെ കേസ് പോയിരിക്കുകയാണ്. ശക്തമായ നിലപാടിൽ ഞങ്ങൾ നിലനിൽക്കും. കാരണം അതൊക്കെ മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും 100 കണക്കിന് ആൾക്കാർ തന്ത്രിമണ്ഡല വിദ്യാപീഠത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി പാസ്സായി അവർ ഈ ദേവസ്വം ബോർഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അന്നേരമാണ് വിഷമമായത്. ഇതിനൊക്കെ പുറത്തു നിന്നുള്ള ശക്തികൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പറയുന്നവരായിരിക്കത്തില്ല ഇതിൻ്റെ പിന്നിൽ, മറ്റു ചില ദുഷ്ടശക്തികൾ തന്നെയാണ്. ആ ഓർമ്മ നമുക്ക് വേണം. എവിടെയും ഏത് വിഷയത്തിലും ഒരുമിച്ച് നിന്ന് ശക്തമായ നിലപാടുകൾ എടുക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുന്നില്ല എന്നുള്ള ഒരു വളരെ വിഷമകരമായ അവസ്ഥയുണ്ട്. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് തന്ത്രിമണ്ഡലം ഒരു ചെറിയ സംഘടനയാണ്, ആചാര്യന്മാരുടെ ഒരു ചെറിയ സംഘടനയാണ്. ഇതൊരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തന്ത്രിമാർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന, ചെറുത് എന്ന് പറഞ്ഞാൽ പോലും
ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് അഖില കേരള തന്ത്രിമണ്ഡലം. മറ്റുള്ള സംഘടനകളിൽ 10,000-കണക്കിന് ആൾക്കാരുണ്ടാകുമ്പോൾ അതിൽ ഒരാൾ മതി ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയായിട്ട്. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിന്റെ തന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു പൂജയ്ക്ക് ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ പൂജ കഴിച്ച് ജോലി തീർത്തിട്ട് വരിക എന്നുള്ള നിലപാട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് പകരം അവിടെയുള്ള ഭക്തജനങ്ങളെ വിളിച്ചു കൂട്ടണം. പൂജ ഭംഗിയായിട്ട് കഴിക്കുന്ന കൂട്ടത്തിൽ കഴിക്കുന്ന പൂജയുടെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. അത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചില്ലറയായിരിക്കത്തില്ല. വളരെ വലുതായ മാറ്റങ്ങൾക്ക് നമുക്ക് കാരണക്കാരാകാൻ പറ്റും തന്ത്രിമാർക്ക്, ഓരോ തന്ത്രിമാർക്കും. കാരണം ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ ഭക്തജനങ്ങൾ നമ്മൾ തന്ത്രിമണ്ഡലത്തിലെ അംഗങ്ങൾ മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ഈ ഓരോ ഭക്തജനങ്ങളും തന്ത്രിമണ്ഡലത്തിലെ തന്ത്രിമാരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഭക്തജനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ആ പൂജയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എന്തുമാത്രം ഡെപ്തിൽ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയും. മറ്റൊരാൾ പറയുന്നതിനേക്കാൾ ശക്തമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ അതിന് സമയം കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാനം. അന്നേ ദിവസം തന്നെ അഷ്ടൈശ്വര മഹായജ്ഞവും ശ്രീചക്ര പൂജയും നടത്തുകയുണ്ടായി. സാഗ്, യുവർ വൺ സ്റ്റോപ്പ് ഫോർ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ്. വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.